എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് കയ്യിലുള്ള ഷൂസ് എങ്ങനെ വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുമെന്ന ഭയങ്കരമായ ടെൻഷനിൽ പെട്ടിരിക്കുന്ന തേയും സിയോണിനെയുമാണ്. ഇവർക്ക് ഷിപ്പ് ചെയ്ത് കൊടുക്കേണ്ട കമ്പനി പക്ഷേ ഹ്യുൻജുന്റെ വാക്ക് കേട്ട് തേയുടെ കമ്പനിയെ സഹായിക്കാനായി തയ്യാറല്ല. അതുകൊണ്ട് തന്നെ വേറെ എന്ത് വഴിയാണുള്ളത് എന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് ആ ഒരു കാഴ്ച അവർ കാണുന്നത്. മറ്റൊന്നുമല്ല, മീൻ കച്ചവടക്കാര് ചെറിയ ചെറിയ ബോട്ടുകളിൽ വിദേശത്ത് നിന്ന് എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരു ഐഡിയ വരുന്ന തേ, എങ്കിൽ ഞാൻ കുറച്ച് പാഴ്സൽ തരാം, അതൊന്ന് ആ നാട്ടിലേക്ക് ഒന്ന് എത്തിക്കാമോ എന്ന് ചോദിക്കുന്നു. കാരണം ഇവൻ ഏത് നാട്ടിലാണോ ആ ഒരു പ്രോഡക്റ്റ് എത്തിക്കേണ്ടത് അങ്ങോട്ടേക്ക് ഇവരെ കൊണ്ട് അത് എത്തിക്കാൻ പറ്റുമോ എന്ന് അവൻ തിരക്കുന്ന സമയം, അത്രയും ദൂരം ഒന്നും ഞങ്ങളുടെ കുഞ്ഞു ബോട്ട് പോകില്ല, ആ ഒരു വലിയ ഷിപ്പ് കണ്ടോ, അത് അങ്ങോട്ടേക്കൊക്കെ പോകുന്നതാ, അതിൽ പൊതുവെ കൊണ്ടുപോകുന്ന ഇതുപോലത്തെ മീൻ ഐറ്റംസാ, നിങ്ങളുടെ പാഴ്സലും കൊണ്ടുപോകാമോ എന്ന് ഒന്ന് ചോദിച്ചു നോക്ക്, ചിലപ്പോൾ നടക്കുന്ന ഒരു മീൻ കച്ചവടക്കാരൻ പറഞ്ഞു കൊടുത്തത് പ്രകാരം ആ ഒരു ഷിപ്പിന്റെ ക്യാപ്റ്റന്റെ അടുത്തേക്ക് ചെന്ന് തേ ഇത് ചോദിക്കുമ്പോഴേക്കും എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പെട്ടെന്ന് അവരാകട്ടെ ഷിപ്പിൽ നിന്ന് കുറെ ഉപ്പ് എടുത്ത് ഇവരുടെ നേരെ എറിയാണ്. നിങ്ങൾ എന്തേ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഞങ്ങൾ ഇവിടെ ബിസി ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണോ നിങ്ങളുടെ ലോഡ് എടുക്കുന്ന കാര്യം ഞങ്ങളോട് പറയുന്ന ഒരുമാതിരി ഇഷ്ടക്കേടിലായിരുന്നു അവർ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവർ ചോദിച്ച കാര്യത്തിനോട് അവർക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഹ്യുൻജുനെ നമ്മൾ കാണുമ്പോഴേക്കും അവന് കാശ് കടം തിരിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരാള് ഇപ്പൊ ആ ഒരു എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് പകരമായി ഈ ഒരു എമൗണ്ട് കൊടുക്കാത്തതിന്റെ പേരിൽ ഹ്യുൻജുൻ പിടിച്ചു വെച്ചിരുന്ന അയാളുടെ കുറച്ച് മെറ്റീരിയൽസ് അയാൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ആ ടീം അത് തിരിച്ചു കൊടുക്കാതെ എന്നെ കാശ് തിരിച്ചു തരാതെ ഇത്രയും വലിപ്പിച്ചതിന്റെ പേരിൽ ഇത് ഞാൻ തനിക്ക് തിരിച്ചു തരില്ല എന്ന് പറഞ്ഞ് അയാളുടെ മുന്നിൽ വെച്ച് അയാൾ കച്ചവടത്തിനായി വാങ്ങിച്ചു വെച്ചിരുന്ന ആ മെറ്റീരിയൽസ് എല്ലാം കാശ് തിരിച്ചു കിട്ടിയിട്ടും തല്ലി നശിപ്പിക്കുന്ന ഹ്യുൻജുനെയാണ് നമ്മൾ കാണുന്നത്. അവൻ അത്ര മനസാക്ഷി ഇല്ലാതെ പെരുമാറുന്ന ഒരാളാണെന്ന് നമുക്ക് ഇവിടെ കൊണ്ട് മനസ്സിലാക്കാം. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ആ ബൂസാനിലുള്ള ട്രേഡർ ലേഡിയുടെ അടുത്തേക്ക് ചെന്ന് അവരോട് നിങ്ങൾ ആ ഷിപ്പുകാരോടൊന്ന് സംസാരിച്ച് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ, മീൻ കൊണ്ടുപോകുന്ന കപ്പലിൽ ആരെങ്കിലും ഇതുപോലെ ഷൂ ഒക്കെ കൊണ്ടുപോകുന്ന ചോദിച്ചാൽ അവർ ആദ്യം തടയുന്നുണ്ടെങ്കിലും ഇവർ കുറെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അയാളോട് സംസാരിക്കാനായി ഇവർ പോകുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് സംസാരിക്കുന്ന ടീമാണ് ആ ക്യാപ്റ്റന് തേ ആരുടെ മകനാണെന്ന കാര്യം മനസ്സിലാവുന്നത്. അത് കേൾക്കുമ്പോൾ അയാൾ വളരെ എക്സൈറ്റഡ് ആവുന്നു. കാരണം തേയുടെ അച്ഛനും അയാളും പണ്ടേ പരിചയക്കാരാണ്, നല്ല സുഹൃത്തുക്കളായിരുന്നു. ആക്ച്വലി തേ തന്റെ ആ ഒരു പഴയ സുഹൃത്തിന്റെ മകനാണെന്നൊന്നും ഈ ക്യാപ്റ്റൻ അറിയില്ലായിരുന്നു. അതറിയുന്ന അയാൾ റിസ്ക് എടുത്ത ആ ഒരു ഷൂസ് കൊണ്ടുപോകാനായി സമ്മതിക്കുന്നു. പക്ഷെ ഇവരുടെ ഒരു സ്റ്റാഫും ആരെങ്കിലും കൂടെ ചെല്ലേണ്ടി വരും. കാരണം ഇവർ ആ ഹാർബർ വരെയല്ലേ ഷൂ കൊണ്ടുപോകുള്ളൂ, അവിടുന്ന് ആ കമ്പനിയിലേക്ക് ഷൂ എത്തിക്കുന്ന കാര്യം കോർഡിനേറ്റ് ചെയ്യാനായി. അങ്ങനെ പോകാനായി പാർക്ക് തയ്യാറാവുന്നുണ്ട്. എന്തായാലും മീൻ കൊണ്ടുപോകുന്ന കപ്പലില് മീൻ അല്ലാതെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അധികൃതര് പിടിച്ചാൽ തെറ്റാണ്. അപ്പോ അങ്ങനെ പിടിക്കാത്ത രീതിയിൽ എങ്ങനെയും ഇത് പാക്ക് ചെയ്ത് അയക്കണമെന്നത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അത് ഏറ്റെടുക്കാനായി തേയും തയ്യാറാണ്. എന്തായാലും അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ കൊണ്ടുപോകാനായിട്ട് ആ ക്യാപ്റ്റനും തയ്യാറാണ് കൂടെ പോകാൻ. തുടർന്ന് പാർക്കിനോട് അവർ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ കപ്പലിൽ നീ പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ കുറെ നാൾ കാണാൻ പറ്റില്ല, കുഴപ്പമില്ലെന്നില്ല, സാരമില്ല, ഇപ്പൊ ഞാൻ ഇത് ചെയ്യണം, ഇതെന്റെ കടമയാണെന്ന് തന്നെ സഹായിക്കാനായി വലിയൊരു ഭാരം തലയിലെടുത്ത് വെച്ച് തേയെ സഹായിക്കാനായി കിട്ടിയ അവസരം ഉപയോഗിക്കാനായി തന്നെ പാർക്കും തീരുമാനിക്കുന്നു. അങ്ങനെ തേയാകട്ടെ ബാക്കി ആരും തന്നെ അറിയാതെ ഈ ഒരു ഷൂസ് കപ്പലിൽ കയറ്റി അത് അവിടെ കൊണ്ടുപോകാനായി അത് പാക്ക് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഷൂ ആണ് അകത്തുള്ളതെന്ന് കണ്ടാൽ തോന്നാതെ ഞണ്ടുകളെ എക്സ്പോർട്ട് ചെയ്യുന്ന കണക്ക് ഒരു പാഴ്സലില് അടിയിലും ഷൂ വെച്ച് അതും ഒരു കവർ വെച്ച് നല്ല രീതിയിൽ സെക്യൂർ ചെയ്ത് മുകളിൽ കുറെ ഞണ്ടുകളെ ഫില്ല് ചെയ്ത് ആ ഞണ്ടുകളെ ഈ ഷൂവിനെ ഞണ്ടോ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ അത് പാക്ക് ചെയ്ത് അങ്ങനെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ലോഡ് ചെയ്യിപ്പിക്കാനായി തേക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ പാർക്ക് പോകാനായി റെഡിയായി നിൽക്കുമ്പോൾ വീണ്ടും തേ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിനെ ഇനി കുറെ നാൾ കാണാൻ പറ്റില്ല, കാരണം കപ്പലില് അമേരിക്ക വരെ പോയി തിരിച്ച് കൊറിയയിലേക്ക് എത്തുക എന്നത് വലിയൊരു യാത്രയാണ്, അപ്പൊ കുഴപ്പമില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ, സാരമില്ല, നീ എനിക്ക് വേണ്ടി എടുത്ത റിസ്ക് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല, പിന്നെ അറിയാലോ എന്റെ ബിസിനസ്, എന്റെ ഈ ഷൂസ് ഒക്കെ എനിക്ക് വലിയ ജീവനായിരുന്നു, എന്റെ കുഞ്ഞിനെ പോലെ തന്നെ ഞാൻ പൊന്നുപോലെ കൊണ്ടു നടന്നതാ, അപ്പോൾ അതിനുവേണ്ടിയും കൂടി ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്നായിരുന്നു അയാൾ പറയുന്നത്. അങ്ങനെ കപ്പലാകട്ടെ യാത്ര പുറപ്പെടാനായി റെഡിയായി നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ലാസ്റ്റ് മിനിറ്റ് പോലീസ് അവിടെ ചെക്കിങ്ങിന് എത്തുന്നുണ്ട്. മീൻ കൊണ്ടുപോകേണ്ടതിൽ വേറെ എന്തൊക്കെയോ കൊണ്ടുപോകുന്നു എന്ന രീതിക്ക് ഇൻഫർമേഷൻ കിട്ടി വന്നതാണെന്ന് പറഞ്ഞ് അവർ ചെക്ക് ചെയ്യാനേ ഒരുങ്ങുന്നുണ്ട്. പുറമെ ഉള്ളവരെ ഈ ഒരു പാഴ്സലും അതിന്റെ മുകളിൽ ഞണ്ടൊക്കെ ഫില്ല് ചെയ്ത് പറ്റിച്ചെങ്കിലും പോലീസുകാർ തറവായി ചെക്ക് ചെയ്താൽ പിടിക്കപ്പെടും എന്നറിയാവുന്ന തേ പെട്ടെന്ന് അവന്റെ കൈ കിട്ടിയ ഒരു ബോക്സ് എടുത്തുകൊണ്ട് ആ ഒരു ഷിപ്പിനടുത്തുണ്ടായിരുന്ന ചെറിയൊരു ബോട്ടിലേക്ക് ചാടുകയും ആ ബോട്ട് കുറച്ചങ്ങനെ മുന്നോട്ടെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ടീം അവനാകട്ടെ ആ പോലീസുകാര് തന്നെ കാണുന്ന രീതിയിൽ ശബ്ദം ഉണ്ടാക്കി കയ്യിലുള്ള ആ ഒരു ബോക്സ് തുറന്ന് എന്തോ ഒരു വെള്ളപ്പൊടി കണക്ക് എടുത്ത് വിതറുകയും അത് വായിലിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ പോലീസുകാർക്ക് മനസ്സിലാവുന്നുണ്ട് ആരോ തെറ്റിദ്ധരിപ്പിക്കാനായി പാസ് ചെയ്ത് എന്തോ ഒരു ഇൻഫർമേഷൻ ആയിരുന്നു, അതിനെപ്പറ്റി പരിശോധിക്കേണ്ട കാര്യമില്ല, വെറുതെ സമയം കളയണ്ടാന്ന്. ആ മട്ടിൽ അവർ നിൽക്കുമ്പോഴേക്കും ഇതേ കണ്ടില്ല ഏതോ ഒരു വട്ടൻ എന്തോ കാണിച്ചു എന്നും പറഞ്ഞ് ഈ കപ്പൽ എത്ര നേരം നിങ്ങൾ തടഞ്ഞിടും, ഞങ്ങൾക്ക് പോയിട്ട് വേറെ പണിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ക്യാപ്റ്റനോട് സംസാരിക്കുമ്പോൾ തുടർന്ന് പോലീസുകാർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ ടീം ആ ഒരു ഷിപ്പിന്റെ അടുത്തുള്ള ഒരു ബോട്ടിലേക്ക് തേ പെട്ടെന്ന് ചാടി ഇറങ്ങിയതാണ്. ആ ഒരു ബോട്ട് ആക്ച്വലി അപ്പൊ മുന്നോട്ട് എടുക്കുന്നൊന്നും അവൻ വിചാരിച്ചിരുന്നില്ല. ബോട്ടിലുള്ളവരും അവനെ അപ്പൊ കണ്ടിരുന്നില്ല. ഇപ്പൊ അവർ അവനെ കണ്ട് ആരാ നീ കള്ളനാണെന്നൊക്കെ ചോദിച്ച് അവനോട് സംസാരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു ബോട്ട് ഇവരെ ക്രോസ് ചെയ്ത് വരുന്നതും ആ ബോട്ടിൽ നിന്ന് ആ പലിശക്കാരനും ഹ്യുൻജുനും ഒക്കെ തേയുടെ അടുത്തേക്ക് എത്തുന്നു. ഇവരാണ് തന്റെ ഷൂസ് താൻ കടത്താനായി നോക്കുന്നു എന്നത് പോലീസിന് ചോർത്തി കൊടുത്തവരെന്ന് തേക്ക് അപ്പോഴേ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇവരുടെ പണി അവിടെ നൈസായി പൊളിച്ചെടുക്കാനായി തേക്ക് സാധിച്ചു. അവൻ എന്തായാലും ആ ഒരു ഷിപ്പില് തന്റെ ഷൂ സേഫായി എത്താൻ പോകുന്നെന്നോ അല്ലെങ്കിൽ താൻ ഇവരുടെ പ്ലാൻ എല്ലാം പൊളിച്ചു
പൊളിച്ചടിക്കുന്നൊന്നും അവരുടെ മുന്നേ അപ്പോ വീരവാദം വിളമ്പുന്നില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ ഇനി അവർ അത് പിടിച്ച് തനിക്ക് പണി തന്നാലോ എന്ന ഒരു ജാഗ്രത അവൻ അവിടെ പാലിക്കുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും തേ ആകട്ടെ പോലീസ് ചെക്കിങ്ങിനെത്തിയപ്പോ വെള്ളത്തിൽ ചാടി എന്ന രീതിക്കാണ് സിയോൺ അറിയുന്നത്. അവൾ വേഗം തന്നെ ഒരു ലൈഫ് ജാക്കറ്റും എടുത്തുകൊണ്ട് അവന് നീന്തൽ അറിയാവോ എന്നൊക്കെ ടെൻഷനിൽ വേഗം വെള്ളത്തിൽ ചാടാനെ ഒരുങ്ങുമ്പോൾ കൂടെയുള്ള ആ ലേഡി അവളെ തടയുന്നുണ്ട്. ഇനി നീ അവനെ രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിൽ ചാടി നിന്നെ ആര് രക്ഷിക്കാൻ ചാടുന്നു പറഞ്ഞ് അവർ ടെൻഷൻ ആകുമ്പോഴേക്കും സ്റ്റൈലായിട്ട് അവിടെ ബോട്ടില് തേടെ ഒരു വരവുണ്ട്. അത് ഇവരെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. വെള്ളത്തിൽ ചാടി എന്നാണല്ലോ ഇവർ കേട്ടത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഷോക്കായി അവനെ നോക്കി നിൽക്കാണ്. എന്തായാലും അങ്ങനെ അവൻ എത്തുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു. തനിക്ക് എന്തെങ്കിലും അപകടം പറ്റിയെന്ന് ഓർത്ത് അവൾ അടിച്ച ടെൻഷനും അവൾ കൂടെ ഉള്ളപ്പോ ഒക്കെ അവൾ തന്നെ എത്രത്തോളം കെയർ ചെയ്യുന്നു, അവൾ തനിക്ക് എത്ര വലിയൊരു സ്ട്രെങ്ത് ആണിപ്പോ എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവൻ ഒട്ടും വൈകിക്കാതെ അപ്പോ അവിടെ വെച്ച് അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അവളും ആക്ച്വലി ഉള്ളിൽ ഒരു ഇഷ്ടം അവനോട് കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് കൂടിയാണ് അവൾ ഈ ഒരു കമ്പനിയിലേക്ക് തിരിച്ചു വരാനായി ഒരു അവസരം കിട്ടിയപ്പോ വന്നതും. അതെന്തായാലും ഇപ്പൊ അവനോട് അങ്ങനെ തുറന്നു പറഞ്ഞവരവിടെ റിലേഷൻ ആരംഭിക്കുകയാണ്. ഇവരിങ്ങനെ ഇവിടെ റിലേഷൻ കൊണ്ടുപോകുന്ന ഇതേ ടീം തന്നെ ഓൾറെഡി നമ്മൾ കണ്ടിരുന്നല്ലോ. തേയുടെ ഫ്രണ്ടായ നാമും സിയോന്റെ അനിത്യയായ മിൻഹയും റിലേഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പിന്നീട് ഷിപ്പ് ചെയ്തത് പ്രകാരം ആ ഒരു കമ്പനി പറഞ്ഞ എമൗണ്ട് തേക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാശുമായി തേ ആ പലിശക്കാരന്റെ അടുത്ത് പോയി കടമൊക്കെ വീട്ടി പാർക്കിനെ കംപ്ലീറ്റ് ആയ ഒരു കടത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ഈ ഒരു കാശ് അവന് കൊടുക്കാൻ സാധിക്കില്ല എന്ന് കരുതി അവനുമായി അവന്റെ കണ്ണിന് വേണ്ടി എഗ്രിമെന്റ് വെച്ച ആ ഒരു പലിശക്കാരൻ ആകെപ്പാടെ അവിടെ തോറ്റു പോകുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും ഹ്യുൻജുന്റെ അച്ഛനും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തേയുടെ കമ്പനിയെ എങ്ങനെയെങ്കിലും തോപ്പിക്കാനായി അവർക്ക് ഒരു രീതിയിലും സർവൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരെല്ലാ വഴിയും അടച്ചു പൂട്ടണമെന്ന് ഹ്യുൻജുന്റെ അച്ഛൻ ആഗ്രഹിച്ച പ്രകാരമാണ് ഹ്യുൻജുനും ഇതിൽ ഇറങ്ങി കളിച്ചത്. തേയെ തോൽപ്പിക്കണമെന്ന് അവന് മുന്നേ തന്നെ ഉള്ളിലുള്ള കാര്യമാണല്ലോ. പക്ഷെ എന്തായാലും ഇവരുടെ പ്ലാൻ ഒന്നും നടക്കാതെ ഇത്തവണ തേയാണ് വിജയിച്ചിരിക്കുന്നത്. അങ്ങനെ കടം വീട്ടി കുറച്ച് കാശിപ്പോ തേയുടെ കയ്യിലുണ്ട്. അങ്ങനെ അതുമായി മുന്നോട്ട് എന്തെങ്കിലും ബിസിനസ് കുറച്ചുകൂടെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ ചെയ്യണമെന്നതാണ് അവനിപ്പോ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് തേയാണ്. തേ അവന്റെ ഒരു ഫ്രണ്ടിനെ കണ്ട് സംസാരിക്കാണ്. ഇടയ്ക്ക് ഓർമ്മയുണ്ടോ, യുന്നെന്ന തേയുടെ ഒരു ഫ്രണ്ടിനെ കടം കാരണം ഫാമിലിയുടെ കൂടെ അവൻ നാട് വിട്ടുപോകാൻ തീരുമാനിച്ചിരുന്നല്ലോ. ആക്ച്വലി അവന്റെ ഫാമിലി ഒക്കെ നാട്ടിൽ നിന്ന് പോയിരുന്നു. പക്ഷെ അവനിപ്പോ ഇവിടെയുണ്ട്, ചെറിയ ജോലിയൊക്കെ ചെയ്ത് നടക്കാണ്. അവനെ ഇപ്പൊ കണ്ട് തേ സംസാരിക്കുന്നുണ്ട്. ആ ടീം അവനായിട്ട് ഒരു ഹെൽമെറ്റ് തേക്ക് സമ്മാനിക്കുന്നു. ആ ഒരു ഹെൽമെറ്റ് ഇപ്പൊ അവൻ ജോലി ചെയ്യുന്ന ഹെൽമെറ്റ് ഫാക്ടറിയിലെ പുതിയ പ്രോഡക്റ്റ് ആണെന്നും തേ അവനെ ഹെൽപ്പ് ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും തേക്ക് കൊടുക്കാനുള്ള കാശ് ഇങ്ങനെയും താൻ തന്നു വിട്ടുന്നൊക്കെ അവൻ പറയുമ്പോ അതിനെപ്പറ്റി ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല എന്നും പറഞ്ഞ് തേയും അവനൊരു പാക്കറ്റ് കൊടുക്കുന്നു. അതിൽ തേ ഇപ്പൊ കച്ചവടം ചെയ്ത ആ ഒരു ഷൂസിൽ ഒരു പെയറാണുള്ളത്. നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് തേ അവിടെ നിന്ന് പോകുമ്പോൾ ആ പാക്കറ്റ് തുറന്നു നോക്കുന്നവൻ ഷൂ മാത്രമല്ല അതിൽ ഇവനെ സഹായിക്കാനായി തേ കുറച്ച് കാശ് വെച്ചിരിക്കുന്നത് കണ്ട് ഹാപ്പി ആവുന്നുണ്ട്. ഇതേ തേ ആകട്ടെ കൂട്ടുകാരൻ കൊടുത്ത ആ ഒരു ഹെൽമെറ്റ് എടുത്ത് നോക്കുമ്പോൾ അത് വെറും ഒരു ഹെൽമെറ്റ് മാത്രമായിരുന്നില്ല. അതിൽ ചെറിയൊരു എൻവലപ്പിൽ കിട്ടിയ കുഞ്ഞു ശമ്പളത്തിൽ നിന്ന് തേക്ക് കൊടുക്കാനുള്ള കടം വീട്ടാനായിട്ടൊന്നും അതൊന്നും ആവില്ലെങ്കിലും ചെറിയൊരു എമൗണ്ടും ആ ഒരു ഫ്രണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് തേയും ചിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് സിയോൺ ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും തേ ഒരു ഹെൽമെറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പുതിയ ബിസിനസ് ഐഡിയ ആണിത്. ഹെൽമെറ്റ് നമുക്ക് വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്നല്ല അവൻ പറയുന്നുണ്ട്. അതായത് ഇവിടെ ഈ ഹെൽമെറ്റ് തയ്യാറാക്കുന്ന കമ്പനിയിൽ നിന്ന് ബൾക്കായി അത് മേടിച്ച് അതിന് വിദേശത്ത് ഒരു ക്ലയന്റിനെ കണ്ടെത്തി ഇത് ആ ക്ലയന്റിന് ട്രേഡ് ചെയ്താൽ ഇവർക്ക് കുറച്ച് ലാഭം കിട്ടും ഇടനില നിൽക്കുന്നതിന്. പക്ഷെ ഇപ്പോഴും മറ്റാ ഒരു കമ്പനി ഇവരുടെ പ്രോഡക്റ്റ് ഒന്നും ഹ്യുൻജുന്റെ ഇടപെടൽ മൂലം ഷിപ്പ് ചെയ്യില്ല. പിന്നെ മുന്നേ എങ്ങനെയോ റിസ്ക് എടുത്ത് മീൻ കൊണ്ടുപോകുന്ന ഷിപ്പില് ഇവരുടെ ഷൂസ് കയറ്റി അയച്ച പോലെ ഇത്തവണ ഇവർ ഈ ഒരു ഹെൽമെറ്റ് കച്ചവടം നടത്തുകയാണെങ്കിൽ അത് അയക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ രണ്ടുണ്ട് പണി. നല്ലൊരു ക്ലയന്റിനെ കണ്ടെത്തുക എന്നത് മാത്രമല്ല എങ്ങനെയും സേഫായി എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആളെയും കൂടി കണ്ടെത്തണം. അങ്ങനെ ഈ ഒരു ഹെൽമെറ്റ് കച്ചവടം എങ്ങനെയും നടത്തണം. ആ ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനുമായി തന്റെ കമ്പനിയിൽ നിന്ന് പോയ ചില സ്റ്റാഫ്സിനെ തേ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഇപ്പൊ ജോലി ഇല്ലാണ്ട് ആകെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തേ ചെന്ന് വിളിക്കുമ്പോൾ അവൻ വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ തയ്യാറാവുമ്പോൾ തിരിച്ചെത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ കണ്ടിരുന്നില്ല മിസ്റ്റർ ഗു, അയാളും ഉണ്ട്. തിരിച്ചെടുക്കുമ്പോഴേ വലിയ ശമ്പളവും കാര്യങ്ങളും ഒന്നും ഉടനെ കൊടുക്കാനായിട്ടുള്ള വാഗ്ദാനങ്ങളൊന്നും തേ കൊടുക്കുന്നില്ല. പക്ഷെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തിയാൽ എന്തായാലും അവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. അവർക്ക് തന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്നൊരു ഉറപ്പിന്റെ പുറത്താണ് തേ അവരെ വിളിക്കുന്നത്. അങ്ങനെ അവരൊക്കെ കൂടി വരുന്നു. തുടർന്ന് ഇവർ ഡിസ്കസ് ചെയ്യാണ് ഏത് രാജ്യത്തേക്കാണ് ഈ ഹെൽമെറ്റ് കയറ്റുമതി ചെയ്യേണ്ടത്, എവിടെയുള്ള ക്ലയന്റിനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന രീതിക്ക് അവർ ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും തേ ആണ് ഒരു രാജ്യം കുറെ റിസർച്ച് ചെയ്തതിന് ശേഷം സജസ്റ്റ് ചെയ്യുന്നത്. അവൻ സജസ്റ്റ് ചെയ്യുന്നത് തായ്ലൻഡ് ആണ്. തായ്ലൻഡോ അത് ശരിയാവോ? ഓൾറെഡി നമ്മുടെ നാട് സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ഒരു ടീം നമ്മളെക്കാളും ദരിദ്ര രാജ്യമാണ് തായ്ലൻഡ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മൾ കയറ്റുമതി ചെയ്താൽ അത് എങ്ങനെ നമുക്ക് ബിസിനസ്സിൽ ഗുണകരമാവും, നമുക്ക് അവിടെ നല്ലൊരു ക്ലയന്റിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. സിയോൺ ഇത് കേട്ട് അവനോട് ചോദിക്കുമ്പോൾ പറഞ്ഞത് ശരിയാണ്, നമ്മുടെ നാടിനേക്കാൾ മുന്നേ സാമ്പത്തിക മാന്ദ്യം ബാധിച്ചത് തായ്ലൻഡിനെയാണ്. പക്ഷെ അവരിപ്പോ അതിൽ നിന്ന് കരകയറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവരുടെ ടൂറിസ്റ്റ് മേഖല. അവിടെ എത്തുന്ന ഒരുപാട് വിദേശ ടൂറിസ്റ്റുകൾ ബൈക്കും മറ്റും റെന്റിനെടുത്ത് അവിടെ കറങ്ങുന്നത് വളരെ സഹജമായ ഒരു കാര്യമാണ്. അങ്ങനെ എടുക്കുന്നവർക്ക് തീർച്ചയായും ഹെൽമെറ്റും ആവശ്യമാണ്. അവിടെ ഇപ്പോ ഹെൽമെറ്റ് എക്സ്പോർട്ട് ചെയ്യുന്നവരെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊന്നും അവർക്ക് അങ്ങനെ എക്സ്പോർട്ടേഴ്സ് ഒന്നുമില്ല. ലോക്കലി അവരുടെ ഡിമാൻഡിനനുസരിച്ചുള്ള ഹെൽമെറ്റ് സോഴ്സ് ചെയ്യാനും അവർക്ക് വഴിയില്ല. അതുകൊണ്ട് തീർച്ചയായും ഞാൻ നോക്കിയിട്ട് നമ്മൾ ഇപ്പൊ വിൽക്കാൻ പോകുന്ന ഈ ഹെൽമെറ്റിന് നല്ല മാർക്കറ്റ് തായ്ലൻഡ്
തന്നെയാണ്, അതിലും നല്ലൊരു മാർക്കറ്റ് ഇല്ലാന്ന് തേ അവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്തായാലും അവിടേക്ക് കച്ചവടത്തിന് നമ്മൾ പോകുന്ന ടീം നമുക്ക് തീർച്ചയായും പാസ്പോർട്ട് വേണമല്ലോ, നമ്മളെ പാസ്പോർട്ട് ഇല്ലാത്തവര് വേഗം തന്നെ പാസ്പോർട്ട് അപ്ലൈ ചെയ്യണം, അതിന്റെ പ്രൊസീജിയർ ഞാൻ പോയി ചെയ്യാന്നും പറഞ്ഞു തേ അവിടെ നിന്ന് പോകുന്ന ടീം മിസ്റ്റർ ഗോ ഇപ്പൊ തിരിച്ച് കമ്പനിയിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. അയാൾ സിയോണിനോട് ചോദിക്കുന്നുണ്ട്, നീ കമ്പനിയിൽ ഒരു ജൂനിയർ സ്റ്റാഫ് ആയിരുന്നല്ലോ, നീ ഇപ്പൊ എങ്ങനെ ഒരു സീനിയർ സ്റ്റാഫ് ആയിരുന്നല്ലോ? കാരണം അയാൾ ഇപ്പൊ തിരിച്ചെത്തിയപ്പോൾ അയാളാണ് സീനിയർ എന്ന മട്ടിൽ അയാൾ സംസാരിക്കുമ്പോൾ അയാൾ ഒരുമാതിരി ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുന്ന കണക്ക് കുത്തി സംസാരിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സിയോൺ മാക്സിമം മൈൻഡ് ആക്കാതെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് തേ അവിടേക്ക് എത്തുമ്പോൾ ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, നിങ്ങളൊക്കെ പോയി ഡീലിംഗ് സംസാരിച്ചിട്ട് വരാനായി സിയോൺ തേയോട് പറയുമ്പോൾ നീ ഇല്ലാണ്ട് ഞാൻ എവിടേക്കും പോയില്ല, നീയാണ് ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ, അതുകൊണ്ട് നീ കൂടെ വന്നേ പറ്റുമെന്നും പറഞ്ഞ് ഒന്നും ഇല്ലാത്ത സമയത്തും അവളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് എന്ന ഒരു കാര്യം വെച്ച് തേ പറയുമ്പോൾ സിയോൺ എന്തായാലും ഇവിടെ അവൾക്ക് അയാൾ പറഞ്ഞ കാര്യത്തിൽ വിഷമായി എന്നതൊന്നും അവനോട് പറയുന്നില്ല. അവൾ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. തേ പിന്നീട് സിയോണിനെ കൂട്ടി പാസ്പോർട്ടിലേക്ക് വേണ്ടി ഫോട്ടോ എടുക്കാനായി പോകുന്നുണ്ട്. ആ സമയത്തൊക്കെ തന്നെ അവൾ ചിരിക്കാതെ ഒരുമാതിരി മസിൽ പിടിച്ച് തന്നെ ഇരിക്കുകയാണ്. എന്തായാലും ഒരുവിധം തേ ഓരോന്ന് കാണിച്ച് അവളെ ചിരിപ്പിക്കുകയും അങ്ങനെ അവർ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് പിന്നീട് പ്രോസസിംഗ് ഒക്കെ കഴിഞ്ഞ് പാസ്പോർട്ട് കൈ കിട്ടുമ്പോൾ തന്റെ ഫോട്ടോ എത്ര ക്യൂട്ട് ആയിട്ടുണ്ടെന്നെല്ലാം സിയോൺ നോക്കി ചിരിക്കുന്നുണ്ട്. അവളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുത്തിയതും പോസ് ചെയ്യിപ്പിച്ചതും ചിരിപ്പിച്ചതും എല്ലാം തേ ആണല്ലോ. അങ്ങനെ പാസ്പോർട്ടും ആയ സ്ഥിതിക്ക് അവർ നേരെ തായ്ലൻഡിലേക്ക് പോകുന്നു. തേയും സിയോണും മിസ്റ്റർ ഗോവും കൂടിയാണ് പോകുന്നത്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ് ഇവർ ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് ഓരോ മീറ്റിങ്ങിന് പോകുമ്പോഴും ഓരോ സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോഴും ഒക്കെ തന്നെ മിസ്റ്റർ ഗോ ആയിട്ട് അപ്പോഴെല്ലാം തന്നെ സിയോൺ ഒരു പെണ്ണാണ്, അവൾ ഇതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല, ബിസിനസ് നോക്കേണ്ട കാര്യം അവൾക്കില്ല, അവളൊരു ജൂനിയർ ആണെന്ന രീതിക്ക് അവളെ ചെറുതാക്കാനായി പല പല കാര്യങ്ങളും അവിടെ ചെയ്തു കൂട്ടുന്നുണ്ട്. ആദ്യമൊക്കെ അവൾക്ക് സങ്കടമാവുന്നുണ്ടെങ്കിലും പിന്നീട് അവൾ അതിനെതിരെ വഴക്കുണ്ടാക്കി പ്രതികരിക്കാതെ നൈസായി അയാൾ ചെയ്യുന്ന ഓരോ പണിയും ഈസിയായി മറികടന്ന് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇവര് തമ്മിൽ ഒരു ശീതയുദ്ധം അവിടെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഇവർ കസ്റ്റംസ് ഓഫീസറിനെ കാണാനായി പോകുന്ന ടീം പോകുന്ന വഴിയെല്ലാം ഒരു ക്യാമറ വെച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു സിയോൺ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ, ടൂർ വന്നിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു അവൾ ഫോട്ടോ എടുക്കുന്നതിനെല്ലാം മിസ്റ്റർ ഗോവും കുറ്റം പറയുന്നു. അങ്ങനെ ഇവർ കസ്റ്റംസ് ഓഫീസിലേക്ക് ചെല്ലുന്ന ടീം അവിടെ ഒരു ഓഫീസർക്ക് ഒരു സിഗരറ്റ് പാക്കറ്റ് ഗിഫ്റ്റ് പോലെ നൽകുന്നതിനകത്ത് കുറച്ച് ക്യാഷ് വെച്ച് മിസ്റ്റർ ഗോ നൽകാനായി ഒരുങ്ങുമ്പോൾ ഇത് ഗിഫ്റ്റ് അല്ല, ഇതിനെ കൈക്കൂലി എന്ന് പറയുന്നല്ല, അങ്ങനെ കൈക്കൂലി കൊടുക്കരുതെന്ന് സിയോൺ തടയുന്ന ടീം നിനക്ക് ബിസിനസിനെ പറ്റി ഒന്നും അറിയില്ല, വേണമെങ്കിൽ എന്നെ കണ്ട് പഠിച്ചോന്നും പറഞ്ഞ് അയാളത് അവൾ പറയുന്നത് കേൾക്കാതെ ആ ഓഫീസറിന് കൊടുക്കുന്നുണ്ട്. എന്തായാലും അത് മാറി നിന്ന് സിയോൺ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും മിസ്റ്റർ ഗോ അതിനുശേഷവും സിയോണിനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അവൾ അതിലൊക്കെ ഭയങ്കര അപ്സെറ്റ് ആയിരിക്കുന്നത് തേയും കാണുന്നു. ഇങ്ങനെ ഒന്നിച്ചൊരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കേണ്ട ഇവർ ഇങ്ങനെ ആയാൽ ശരിയാവില്ല എന്ന് തോന്നുന്നവൻ അവരെങ്ങനെങ്കിലും ഒന്ന് മാറ്റിയെടുക്കണം എന്ന് തീരുമാനിച്ച് ഒരു പാർട്ടിക്ക് അവരോട് വരാനായി പറയുന്നുണ്ട്. രണ്ടുപേരും പരസ്പരമുള്ള ഇഷ്ടക്കേടിന്റെ പുറത്ത് ഞാനൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോൾ രണ്ടുപേരും വന്നില്ലെങ്കിൽ ശരിയാവില്ല, കമ്പനിയുടെ സിഒ ആയ ഞാനാ വിളിക്കുന്നത്, മര്യാദയ്ക്ക് വന്നേക്കണമെന്ന് പറഞ്ഞ് അവരെ അങ്ങനെ കട്ടായം പാർട്ടിക്ക് വിളിക്കുന്നു. സിയോൺ ആകട്ടെ പാർട്ടി ഡ്രസ് ഒന്നും കൊണ്ടൊന്നും അല്ലല്ലോ ഇവിടെ ഇങ്ങനെ വന്നത്, അതുകൊണ്ട് തന്നെ അവൾ സ്റ്റേ ചെയ്യുന്ന റൂമിന്റെ അവിടുത്തെ ഓണർ ലേഡി അവൾക്ക് ഒരു ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇട്ടുകൊണ്ട് അങ്ങനെ അവൾ പാർട്ടിക്ക് റെഡിയായി പോകുമ്പോൾ തേക്ക് ഒരുപാട് ഇഷ്ടാവുന്നുണ്ട്. അങ്ങനെ അവർ ഒന്നിച്ച് പാർട്ടിക്ക് പോകുന്നുണ്ട്. അവിടെ ആക്ച്വലി ബിസിനസ് പരമായ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാനായിട്ടാണ് തേ പോയിരിക്കുന്നത്, അല്ല ജസ്റ്റ് ഒരു എൻജോയ്മെന്റ് പാർട്ടി ആയിരുന്നില്ല അവിടെ. തേ അവിടെ വെച്ച് ലൂസി എന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നുണ്ട്. ആരാണവൾ, ശേഷം എന്താണ് സംഭവിച്ചത് എന്നറിയാനായി നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.